അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എളുപ്പത്തിൽ ഉത്തരം കിട്ടണം. നമുക്ക് മുന്നിൽ ഒരു വഴിയുമില്ല, ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല. ചിലർക്ക് കടങ്ങൾ കൊണ്ട് ഉറക്കം പോലും കാണില്ല. ഇനി എന്ത് ചെയ്യും എന്നൊരവസ്ഥ. അല്ലെങ്കിൽ ആരോട് പറയും, ആരോട് പറഞ്ഞാലും നമ്മുടെ വിഷമം അവർക്ക് മനസ്സിലാവണമെന്നില്ല. മറ്റു ചിലർക്ക് ജോലി കിട്ടാത്തതിൻ്റെ വിഷമമായിരിക്കും, അല്ലെങ്കിൽ വിവാഹം ശരിയാവാത്തതിൻ്റെ വിഷമമായിരിക്കും. ഏതൊരു വിഷമവുമാകട്ടെ, ഞാനൊരു അനുഭവം പറയാം. എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരി, അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഒരു മകനുമുണ്ട്. വിവാഹം കഴിഞ്ഞും ഒരു മകനാകുന്നത് വരെ അവളുടെ ഹസ്ബൻഡ് അവളോട് നല്ല സ്നേഹമായിരുന്നു. പിന്നെ അവളിൽ നിന്ന് പതുക്കെ പതുക്കെ അയാൾ അകലാൻ തുടങ്ങി. അവളോട് അധികം മിണ്ടാറില്ല, ഒരുമിച്ച് പുറത്തു പോകാറില്ല, എപ്പോഴും ഫോണിൽ ചാറ്റിംഗ് ആണ്. അവൾ എന്തേലും ചോദിച്ചാൽ അപ്പോൾ അയാൾ വഴക്കുണ്ടാക്കും. അതുകൊണ്ട് അവൾ വഴക്കിനൊന്നും പോകാറില്ല. പക്ഷേ അവൾ ഒരു ദിവസം അയാളുടെ ഫോണിൽ നിന്ന് ഒരു തെറ്റായ മെസ്സേജ് കണ്ടു. ആ മെസ്സേജിൽ നിന്ന് അവൾക്ക് മനസ്സിലായി അയാൾ വേറൊരു സ്ത്രീയുമായി സ്നേഹത്തിലാണെന്ന്. ഇത് കണ്ട് അവൾ ഒരുപാട് ബഹളം വെച്ചു. പക്ഷേ അയാൾ അതിൽ നിന്നൊന്നും പിന്മാറില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പതിയെ പതിയെ ഡിപ്രഷനിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ജോലിയും അവൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. വിശപ്പില്ല, ഉറക്കമില്ല. ജോലിയെല്ലാം കഴിഞ്ഞാൽ ഒരു റൂമിൽ ഒറ്റയ്ക്ക് പോയി ഇരിക്കും. ആരോട് അധികം സംസാരിക്കാറില്ല. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ വിളിക്കുന്നത്. 2-3 ദിവസത്തിലൊരിക്കൽ എന്നെ വിളിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ വിളിയില്ല. ഞാൻ വിളിച്ചാലോ അധികം സംസാരിക്കാറില്ല. അങ്ങനെ ഒരു ദിവസം അവളെ വിളിച്ചപ്പോൾ അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അവൾക്ക് എന്തോ വലിയ വിഷമമുണ്ടെന്ന്. അവൾ എന്നോട് പറഞ്ഞു, നിനക്ക് സമയം കിട്ടുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് വരാമോ? പക്ഷേ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ടൈമിൽ വരണമെന്ന് പറഞ്ഞു. ഞാൻ പോയി. ഞാൻ ചെന്നപ്പോൾ അവളുടെ കോലം തന്നെ മാറിയിരുന്നു. ആകെ വാടിത്തളർന്ന ഒരവസ്ഥ ആയിരുന്നു. ഞാൻ ചോദിച്ചു, നീ എന്താണിങ്ങനെ? ആകെ ഉണങ്ങിപ്പോയല്ലോ. അപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ഇങ്ങനെയല്ല അവൾ മുൻപ് പറഞ്ഞിട്ടുള്ളത്. ഇനി എനിക്ക് മരണമല്ലാതെ വേറൊരു വഴിയും എൻ്റെ മുന്നിലില്ല. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഞാൻ പറഞ്ഞു, നീ സമാധാനപ്പെട്. ഇനി രാത്രി നീ കുളിച്ച് വൃത്തിയായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കണം. നമസ്കാരം കഴിഞ്ഞ ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അപേക്ഷിക്കുക. എന്നിട്ട് 21 സൂറത്തുൽ ഫതഹ് ഓതണം. അത് ഒറ്റ ഇരിപ്പിൽ ഓതിയാൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് ഓതി തീർക്കണം. ഇൻഷാ അല്ലാ. ഓതുമ്പോൾ മനസ്സിന് നല്ല ഉറപ്പ് വേണം. ഈ സൂറത്ത് ഓതി തീരുമ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് അവളെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ച് എൻ്റെ അടുത്ത് നല്ല സ്നേഹം കാണിക്കുമെന്ന് ഉറപ്പ് വേണം. ഇൻഷാ അല്ലാ. നീ അള്ളാഹുവിനെ മുറുകെ പിടിച്ചോ. അള്ളാഹു ഒരിക്കലും കൈവിടില്ല. 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അവളുടെ കോൾ എനിക്ക് വരുന്നു. എടി, ഞാൻ നിന്നോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാനിപ്പോൾ. നീ പറഞ്ഞതുപോലെ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് സൂറത്തുൽ ഫതഹ് ഓതി. ഞാൻ 2 ദിവസം കൊണ്ട് ഓതി തീർന്നതിൻ്റെ പിറ്റേന്ന് ഒരു സന്ധ്യാസമയത്ത് എൻ്റെ ഹസ്ബൻഡ് വന്ന് എന്നോട് തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചു. ഇത് എന്തൊരു അത്ഭുതമാണ് ഈ സൂറത്ത് എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് സന്തോഷം കൊണ്ട് കരഞ്ഞു. അൽഹംദുലില്ലാ. എന്തായാലും എനിക്കും ഒരുപാട് സന്തോഷമായി ഇത് കേട്ടപ്പോൾ. ഇൻഷാ അല്ലാ. അപ്പോൾ എത്ര വലിയ വിഷമമുണ്ടെങ്കിലും സൂറത്തുൽ ഫതഹ് 21 പ്രാവശ്യം 3 ദിവസത്തിനുള്ളിൽ ഓതി തീർത്ത് നോക്കൂ. പക്ഷേ ഓതുമ്പോൾ മനസ്സിൽ മറ്റൊരു ചിന്തയും പാടില്ല. ഇൻഷാ അല്ലാ. അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ ഓതി തീർക്കൂ. തീർച്ചയായും നിങ്ങളുടെ ഹലാലായ ഏതൊരു ആഗ്രഹവും നിറവേറും. തീർച്ചയാണ്. അസ്സലാമു അലൈക്കും.